ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിലെ ഒന്നിച്ചുള്ള ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24 അധ്യായം 49 വാക്യം. എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേലയക്കും, നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പിൻ. അമേരിക്കൻ മിഷണറിയായ ജോൺ ഹൈഡ്, പ്രാർത്ഥിക്കുന്ന ഹൈഡ് എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം പഞ്ചാബിൽ കർത്താവിൻ്റെ വേല ചെയ്യുകയും അനേകരെ രക്ഷയിലേക്ക് നയിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചത് എങ്ങനെയെന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് കേൾക്കാം. അദ്ദേഹം ഇന്ത്യയിലേക്ക് ന്യൂയോർക്കിൽ നിന്ന് കപ്പലിൽ യാത്ര തിരിച്ചപ്പോൾ തൻ്റെ ക്യാബിനിൽ ഒരു കത്ത് കിടക്കുന്നത് കണ്ടു. ജോൺ ഹൈഡിൻ്റെ ഒരു സുഹൃത്ത് അയച്ചതായിരുന്നു ആ കത്ത്. അതിലിങ്ങനെ എഴുതിയിരുന്നു: പ്രിയപ്പെട്ട ജോൺ, താങ്കൾ പരിശുദ്ധാത്മാവിൽ നിറയുന്നതുവരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിർത്തുകയില്ല. ഈ കത്ത് വായിച്ച് ജോൺ ഹൈഡ് കോപാകുലനായി. ഒരു മിഷണറി എന്ന നിലയിൽ താൻ ആത്മനിറവ് പ്രാപിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം കരുതിയിരുന്നത്. തനിക്ക് കത്തയച്ച സുഹൃത്ത് വിശുദ്ധ ജീവിതം നയിക്കുന്ന വ്യക്തിയാണെന്ന് ജോൺ ഹൈഡിന് അറിയാം. അദ്ദേഹത്തെ ജോൺ ഹൈഡ് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കത്ത് ഹൈഡിനെ ആശയക്കുഴപ്പത്തിലാക്കി. അദ്ദേഹം തൻ്റെ യാത്രയിലുടനീളം ആ വാചകങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ സുഹൃത്ത് എഴുതിയതാണ് ശരിയെന്ന് ഹൈഡിന് ബോധ്യമായി. എന്ത് വില കൊടുത്തും പരിശുദ്ധാത്മ നിറവ് നേടിയെടുക്കുവാൻ അദ്ദേഹം തീരുമാനിച്ചു. ഇന്ത്യയിലെത്തി ഏതാനും ദിവസങ്ങൾക്കകം ഒരു പരസ്യയോഗത്തിന് ജോൺ ഹൈഡ് ഒരു മിഷണറിയോടൊപ്പം പോയി. പാപത്തിൽ നിന്നുള്ള യഥാർത്ഥ രക്ഷകനായി യേശുക്രിസ്തുവിനെ ആ മിഷണറി യോഗത്തിൽ പരിചയപ്പെടുത്തി. പ്രസംഗം തീർന്നപ്പോൾ ഒരു മാന്യ വ്യക്തി ആ മിഷണറിയോട് ചോദിച്ചു: താങ്കൾ പാപത്തിൽ നിന്ന് രക്ഷ പ്രാപിച്ചവനാണോ? ഈ ചോദ്യം ജോൺ ഹൈഡിനെ സ്പർശിച്ചു. ആ ചോദ്യം തന്നോടാണെന്ന് അദ്ദേഹത്തിന് തോന്നി. തൻ്റെ രക്ഷയുടെ ഉറപ്പിനെക്കുറിച്ച് സംസാരിപ്പാൻ താൻ പ്രാപ്തനല്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ജോൺ ഹൈഡ് തൻ്റെ മുറിയിലേക്ക് മടങ്ങിച്ചെന്ന് മുട്ടിന്മേൽ വീണ് ദൈവസന്നിധിയിലിരുന്നു. തൻ്റെ പാപങ്ങളുടെ മേൽ ജയം പ്രാപിപ്പാനുള്ള കൃപയ്ക്ക് വേണ്ടി അദ്ദേഹം അപേക്ഷിച്ചു. ദൈവം ഹൈഡിൻ്റെ കണ്ണുനീരോടെയുള്ള പ്രാർത്ഥന കേട്ട് മറുപടി നൽകി. ജോൺ ഹൈഡ് പറയുന്നു: അവൻ എന്നെ രക്ഷിച്ചു എന്നതിൽ എനിക്ക് അന്ന് മുതൽ ഉറപ്പുണ്ട്. അവൻ എനിക്ക് വിജയം നൽകി. അതിനുശേഷം പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷയിലേക്ക് അധികമായി നടത്തപ്പെടുവാൻ ജോൺ ഹൈഡിന് ഇടയായി. പ്രിയമുള്ളവരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പരിശുദ്ധാത്മ നിറവിനായി നാം ആഗ്രഹിച്ചിട്ടുണ്ടോ? പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായി നമ്മുടെ ജീവിതത്തിൽ അയോഗ്യതയായി എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? അതിനെ പൂർണ്ണമായി ഉപേക്ഷിച്ചുകൊണ്ട് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ നിറയപ്പെടുവാൻ തക്കവണ്ണം ആ ഒരു ആഗ്രഹത്തോടുകൂടെ പ്രാർത്ഥിപ്പാൻ, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുവാൻ ഈ പ്രഭാതത്തിലെ വചന കേൾവി നമ്മയും സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അങ്ങയുടെ ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ ഉള്ളിലേക്ക് അവിടെ നയിക്കണമേ. അതിനെതിരായി നിൽക്കുന്ന എന്തെങ്കിലും അയോഗ്യതകൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായി ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഒരു വിശുദ്ധ ജീവിതം നയിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ നിറവിലും പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലും ആയിരിക്കാൻ തക്കവണ്ണം ഈ പകൽക്കാലം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.